വാഗാ അതിർത്തിയിലെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തപ്പോൾ പാകിസ്ഥാൻ കടുത്ത വെള്ളപ്പൊക്കത്തെ നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് വാഗാ അതിർത്തിയിലെ ദൈനംദിന പതാക താഴ്ത്തൽ ചടങ്ങ് നടക്കുന്ന പരേഡ് ഏരിയ വെള്ളത്തിലായിരിക്കുകയാണ്. വെള്ളക്കെട്ടിന്റെ ഉത്തരവാദിത്തം ഇന്ത്യക്ക് മേൽ കെട്ടിവെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാണല്ലേ? നമുക്കിപ്പം അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ വെള്ളത്തിലായിട്ടും പിന്നെയും പാകിസ്ഥാൻ നമുക്ക് മേൽ പഴിവെക്കാനാണ് ശ്രമിക്കുന്നത്, എന്താണ് ഉണ്ടായത്? അട്ടാരി വാഗ അതിർത്തിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ്, അതായത് എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന പതാക താഴ്ത്തൽ സെറിമണിയിലാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുള്ള റേഞ്ചേഴ്സ് എല്ലാം മുട്ടോളം വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആ വെള്ളപ്പൊക്കത്തിന് പക്ഷേ അവർ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയാണ്. അതായത് GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡിലെ ഇന്ത്യയുടെ ഭാഗത്തുള്ള ഉയര കൂടുതലാണ് ഈ വെള്ളം മുഴുവൻ പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങാൻ കാരണമായതെന്നാണ് അവർ ഇപ്പോൾ ഒരു പ്രശ്നം ഉന്നയിക്കുന്നതും. അത് ഇന്ത്യൻ അധികാരികളുമായിട്ട് പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ഏറെ നാളുകൾക്ക് മുൻപേ ഇന്ത്യയുടെ ഭാഗത്ത് മഴവെള്ള സംഭരണികളും അതുപോലെ തന്നെ അഴുക്കുചാലെല്ലാം തന്നെ വളരെ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്യുകയാണെങ്കിൽ പോലും ഈ വെള്ളം കൃത്യമായി ഒലിച്ചിറങ്ങാനും ഒലിച്ചു പോകാനൊക്കെ അവിടെ സ്ഥലമുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തതില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ദൃശ്യങ്ങളൊക്കെ വളരെ വൈറലായതോടുകൂടി ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ 27-ാം തീയതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. പക്ഷേ ഓഗസ്റ്റ് മാസത്തെ ആദ്യ ആഴ്ചയിൽ, അതായത് 8 or 9 തീയതികളിലെ ദൃശ്യങ്ങളാവാനാണ് സാധ്യത കൂടുതൽ. അതുതന്നെയാണ് BSFിൻ്റെ ഉദ്യോഗസ്ഥരും പറയുന്നത്. കാരണം ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയാണ് വലിയ തോതിൽ മഴ ഈ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ, പ്രധാനമായിട്ടും പാകിസ്ഥാൻ്റെ കീഴിലുള്ള പഞ്ചാബ്, കശ്മീർ പ്രവിശ്യകളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ കർത്തർപൂർ ഇടനാഴിയിലൊക്കെ തന്നെ വലിയ തോതിൽ മഴ പെയ്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോയി. അവിടെ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാൻ പ്രത്യേക ദൗത്യം നടത്തിയിരുന്നു. ഒരുപാട് പേർ മരണപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് അട്ടാരി വാഗ അതിർത്തി.